യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രാരംഭമായി നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യം നോക്കി. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ ഓരോരുത്തരുടെ മേലും അത് പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം വിവിധ ക്രൈസ്തവ മീറ്റിങ്ങുകളിൽ, പ്രസംഗങ്ങളിൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാകാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഉള്ള പ്രസംഗങ്ങൾ, അന്യഭാഷയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, കൃപാവരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എടുക്കുന്ന ആദ്യത്തെ അധ്യായം, ഇങ്ങനെ വിവിധ നിലകളിൽ നിങ്ങൾ ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസും നിങ്ങൾക്കറിയാം. ആ ഉദ്ദേശ ലക്ഷ്യപ്രകാരം കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിനെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാ വന്നത്, എപ്രകാരം ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുക. ആ വാക്യം ഒന്ന് വായിച്ചാൽ, ഇങ്ങനെ വായിച്ചു, 2:2 വായിച്ചു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. പെട്ടെന്ന്, ഓൾ ഓഫ് എ സഡൻ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പദ്ധതിയോടെ നീ ഇരുന്നാൽ ചിലതൊക്കെ പെട്ടെന്ന് മാറും. അതിനുവേണ്ടി ചിലതൊക്കെ ഒരുക്കപ്പെടും. നിന്റെ ജീവിതത്തിലേക്ക്, നീ ആയിരിക്കുന്ന മണ്ഡലത്തിലേക്ക്, നീ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലുകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. കൊടിയ കാറ്റടിക്കുന്ന ഒരു ശബ്ദമുണ്ടായി. അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരെ ഓരോരുത്തരെയും അവർ സ്പർശിച്ചു. അവർ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 4 മുതൽ 7 വരെ. അപ്പോസ്തലപ്രവൃത്തികൾ 3:4 മുതൽ 7 വരെ വായിച്ചാണ്. ആരൊക്കെയ? അപ്പോസ്തലന്മാരായ പത്രോസും യോഹന്നാനും. പത്രോസും യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി. ഞങ്ങളെ നോക്കുവിനെന്ന് പറഞ്ഞു. വല്ലത് കിട്ടുമെന്ന് വിചാരിച്ച് അവരെ സൂക്ഷ്മമായിട്ട് ഉറ്റുനോക്കി. കേട്ടോ, അതിന്റെ മുൻ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. എണ്ണിച്ച് നടക്കാൻ ശേഷിയില്ലാതിരുന്ന് ഭിക്ഷ യാചിച്ചിരുന്ന ഒരു വ്യക്തി പതിവ് പോലെ ഭിക്ഷ യാചിക്കാനിരിക്കുക. അവന്റെ ഈ അവസ്ഥ കണ്ട് പത്രോസും യോഹന്നാനും പറയുകയാണ്, ഞങ്ങളെ നോക്കുവിൻ. അപ്പോൾ അവൻ നോക്കിയതിന്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യവും അവിടെ കൊടുത്തിട്ടുണ്ട്. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് അവരെ നോക്കി. അവരെ എന്ന് പറഞ്ഞാൽ പത്രോസിനെയും യോഹന്നാനെയും നോക്കി. വായിച്ചു. അപ്പോൾ പത്രോസ്, ഇവന്റെ നോട്ടത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശം അപ്പോസ്തലന് മനസ്സിലായി. വെള്ളിയും പൊന്നൊന്നും ഞങ്ങളുടേല് എനിക്കില്ല, ഞങ്ങളുടെ മക്കളില്ല. എനിക്കുള്ളത് നിനക്ക് തരുന്നു. അതെന്താ? വെള്ളിയും പൊന്നൊന്നും ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. എന്താ ഉള്ളത്? നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. നിന്നെ ഭിക്ഷയ്ക്കിരുത്തിയ, നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി മാറ്റിയ, കൈ നീട്ടുവാൻ നിന്നെ സജ്ജമാക്കിയ ആ അവസ്ഥയെ പൊട്ടിക്കുന്ന ദൈവിക ശക്തി ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിലോട്ട് ഇറങ്ങുകയാണ്.
ചില മണ്ഡലങ്ങളിൽ നിന്നെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. കൈ നീട്ടിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി പെട്ടെന്ന് വെളിപ്പെടാൻ പോവുകയാണ്. ഇതിനെ ഏറ്റെടുത്തോളൂ കേട്ടോ. ഇവനോട് പത്രോസ് പറയും, എന്തോ പറഞ്ഞത്? നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ആരുടെ പറഞ്ഞ്? നടന്നിട്ടില്ലാത്തവനോട്, എണ്ണിച്ച് നടക്കാൻ കെൽപ്പില്ലാത്ത, കാലുകൾക്ക് ബലമില്ലാത്തവനോട് പറയുകയാണ്, നസറേനായ യേശുവിന്റെ നാമത്തിൽ നടക്കാം, എണ്ണിച്ച് നടക്കാം. ആരെങ്കിലും ഇതിലൊക്കെ എങ്ങനെ നടക്കാൻ എന്ന് ചിന്തിച്ചാൽ എണ്ണിച്ച് നടക്കുമോ? ഇല്ല. ഇന്നൊരു മറുപടി ഉണ്ടാകുമെന്ന് ആ വാക്ക് കേട്ടപ്പോൾ തന്നെ അവന്റെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ തീ കത്തി. ഹല്ലേലൂയ. വായിച്ചു. അന്ന് പറഞ്ഞ് മാത്രം പോലെ അവർ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ പെട്ടെന്ന് അവന്റെ കാല് നരിയാണിയും ഉറച്ചു. എവിടെയാണോ ഉറക്കാത്ത മണ്ഡലമുണ്ട്, ഇളകിക്കിടക്കുന്ന മണ്ഡലം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ, വീണുപോകുമെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങൾ, ഏത് മേഖലയിലാണോ നിന്നെ, ഏത് വിഷയമാണോ നിന്നെ ഭാരപ്പെടുത്തുന്ന ആ മണ്ഡലത്തിനകത്തേക്ക് ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുകയാണ്. പെട്ടെന്ന് അവന്റെ നരിയാണിയും കാലും എന്ത് ചെയ്തു? ഉറച്ചു. അവന്റെ അസ്ഥി മാംസം മജ്ഞ എന്ത് ചെയ്തു? ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. ഹല്ലേലൂയ. പാട്ടുപാടിയതുകൊണ്ടായില്ല അല്ലേ? ബന്ധന വഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, അയ്യോ ആരാധിച്ചു പ്രാർത്ഥിച്ചു വിടുതലില്ലേ? ഇവിടെ വേണ്ട ഒരുത്തൻ കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നവനോട് പറയാ, ഈ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവന്റെ ഉറയ്ക്കാത്ത മണ്ഡലങ്ങൾ ഉറച്ചു. അവൻ കുതിച്ചു മുന്നോട്ട് ചലിച്ചു. ഹല്ലേലൂയ. ഉറച്ചാ പിന്നെ അവിടെ കുത്തിയിരിക്കല്ലേ കേട്ടോ, പിന്നെ മടി പിടിച്ചിരിക്കല്ലേ, മുന്നോട്ട് ചലിക്കുക തന്നെ ചെയ്യണം. ഒരാമ്യം പറഞ്ഞ എത്രാമത്തെ വാക്ക് ഇപ്പൊ വായിച്ചു? അപ്പോസ്തലപ്രവൃത്തി 4 തന്നെ 3-ാം അധ്യായം വായിച്ചു. 4:31 വായിച്ചാൽ 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം, നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ 2 വായിച്ചു, 3 വായിച്ചു, 4 വായിച്ചു. നല്ല ചേതാനം വാക്യങ്ങൾ വായിക്കുക. ഈ 3-ാം അധ്യായത്തിൽ ചെയ്ത അത്ഭുതത്തെ കുറിച്ച് കണ്ടല്ലേ. പിന്നീട് അവർക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ ചില നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി. പക്ഷേ തുടർന്ന് ശത്രുവായി അല്ലെങ്കിൽ മിത്രമെന്ന് കണക്കാക്കാവുന്ന, നമ്മൾ ആരോടും ഒരു വാക്കുപോലും പറയാത്ത ചില വ്യക്തികളൊക്കെ എന്ത് ചെയ്യും? എതിരായി മാറും. എന്താ കാര്യം? ഒരു അത്ഭുതം നടന്നു, ഒരു അടയാളം, ഒരു വീര്യപ്രവൃത്തി നടന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഇവന്റെ വീട് ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകും. നോക്കിയിരുന്നവരുടെ മുമ്പിൽ ആ ലോൺ അടയുവാൻ ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെട്ടു. മരിച്ചു പോകുന്നേ ശവപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് വരാൻ പദ്ധതിയിട്ട, റീത്തു വാങ്ങിക്കാൻ പദ്ധതിയിട്ട, പന്തലിടാൻ പദ്ധതിയിട്ടവരുടെ മുമ്പിൽ മരിക്കുമെന്ന് പറഞ്ഞു വരുന്ന ചാടി എഴുന്നേൽക്കും. സ്തോത്രം. ശവപ്പെട്ടി കച്ചവടം ചെയ്യുന്നവന് വിഷമം ഉണ്ടാകത്തില്ലേ? റീത്ത് കച്ചവടം ചെയ്യുന്നവന് വിഷമം ഉണ്ടാകത്തില്ലേ? പന്തലിടാവുന്ന ചിന്തിച്ചവന് വിഷമം ഉണ്ടാകത്തില്ലേ? ചിലർക്കൊക്കെ വിഷമം ഉണ്ടാകും, ചിലരൊക്കെ എതിരാളികളായി മാറും. പക്ഷെ എത്ര എതിരികൾ നിനക്കെതിരെ ശക്തിയോടെ എഴുന്നേറ്റ് വന്നാലും, എത്രത്തോളം നിനക്കെതിരെ ദുഷ്ടന്റെ പോരുകൾ ബലത്തോടെ വന്നാലും ഭാരപ്പെടേണ്ട. ഇവിടെ ഭാരത്തോടിരുന്ന് പ്രാർത്ഥിച്ചവർക്കുണ്ടായ മറുപടിയാണ് അപ്പോസ്തലപ്രവൃത്തി 4:31 കാണുന്നത്. കർത്താവേ, ഈ അവസ്ഥ നീ കാണുന്നില്ലേ? ധൈര്യത്തോടെ, പൂർണ്ണ ധൈര്യത്തോടെ നിൽക്കുവാൻ അങ്ങയുടെ കൃപ പകരണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ 4:31 വായിച്ചു.
ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ദൈവവചനം ധൈര്യമില്ലയോ, ധൈര്യം പകരുന്ന ആത്മാവ് നിന്റെ മേൽ ഇറങ്ങും. നീ ഒരു മണ്ടനാണെന്ന്, കഴകത്ത് കെട്ടവനാണെന്ന്, യോഗ്യതയില്ലാത്തവനാണെന്ന്, നീ ഒരു വലിയ ബിഗ് സീറോയാണെന്ന് നിന്നെ കുറിച്ച് വിധി കൽപ്പിച്ചവരുടെ മുൻപിൽ ദൈവം നിന്നെ അതിശക്തിയോടെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവർ പൂർണ്ണ ധൈര്യത്തോടെ എഴുന്നേൽക്കും. എങ്ങനെ അങ്ങനെ എണ്ണിക്കാനിടയായ സാഹചര്യം അങ്ങനെ അവ ഇരുന്നിടം കുലുങ്ങി. ഇരുന്നിടത്തെ കുലുക്കുന്ന ശക്തി പെട്ടെന്ന് അവരുടെ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു. മനസ്സിലാക്കിയ കർത്താവിനെ ശ്രദ്ധിച്ചാണ്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ വായിക്കും. അപ്പോസ്തലപ്രവൃത്തി 16-ന്റെ 25-26 വായിച്ചാണ്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും എവിടെയാണ്? കാരാഗ്രഹത്തിൽ, അകത്തെ കാരാഗ്രഹത്തിൽ ആമത്തിൽ ബന്ധിക്കപ്പെട്ട്, കൈകാലുകൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ ബന്ധിക്കുന്ന ചില തലങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം. പക്ഷേ ആ ബന്ധനം കണ്ട് ഭയപ്പെടാനല്ല. ഇവിടെ വചനം പറയുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും അവരെന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ വായിച്ചു. അർദ്ധരാത്രി, ജീവിതത്തിന്റെ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പാടാനും സ്തുതിക്കാനും ഒക്കെ പറ്റിയ സാഹചര്യമാണോ ഇത്? കരയേണ്ട സിറ്റുവേഷൻ, ബന്ധിക്കപ്പെട്ട അവസ്ഥ. ഹല്ലേലൂയ. പക്ഷേ ഏത് പ്രതികൂലത്തിന്റെ അവസ്ഥയിലും നീ ദൈവത്തെ സ്തുതിക്കുന്നവനാണ് എങ്കിൽ, ദൈവത്തെ ആരാധിക്കുന്നവനാണ് എങ്കിൽ, ദൈവമായിട്ടൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നവനാണ് എങ്കിൽ, നീ ആയിരിക്കുന്ന കുണ്ടറയ്ക്കകത്ത് ഇരുട്ടിന്റെ മധ്യത്തിൽ അർദ്ധരാത്രിയുടെ മണ്ഡലങ്ങളിൽ അവൻ നിനക്ക് വേണ്ടി നീ ആയിരിക്കുന്നിടത്ത് ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും? ലോകക്കാർ പകച്ചു നിൽക്കുന്ന പല മണ്ഡലങ്ങളുണ്ടാവും. ഞാൻ ഉണ്ടറാ നിന്റെ കൂടെ എന്ന് ഹല്ലേലൂയ നിന്നോട് പറഞ്ഞ നിന്റെ ചങ്കുകളും നിന്റെ സ്നേഹിതരും സ്വന്തക്കാരും ഒക്കെ മാറിപ്പോകും കുഞ്ഞേ. പക്ഷേ ഹല്ലേലൂയ നിന്നെ നട്ടവൻ, നനച്ചവൻ, വളർത്തിയവൻ അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. നിന്റെ അർത്ഥഘട്ടങ്ങളിൽ, നിന്റെ ആപത്തിന്റെ ഘട്ടങ്ങളിൽ, നിന്റെ ഹൃദയം കലങ്ങിയിരിക്കുന്ന ഘട്ടങ്ങളിൽ നിന്നെ കൈവിടാത്തവൻ നിനക്ക് വേണ്ടി ഒരു പദ്ധതി ഒരുക്കുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. വായിച്ചാട്ടെ. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആരാധന തടവുകാർ, മറ്റ് വിവിധ വിഷയങ്ങളിൽ അകപ്പെട്ടു പോയവർ, തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാണ് ഇവന്മാർക്ക് ഇത് പറ്റുന്നത്? ആണ്ടടാ, ഈ ചങ്ങലകൾ ഉറങ്ങുന്ന അതിന്റെ വേദന പ്രതീക്ഷകളറ്റ സമയത്ത് കണ്ട അവന്മാരിരുന്ന് എന്ത് ചെയ്യുന്നു? ദൈവത്തെ ആരാധിക്കുന്നു. അവർ ശ്രദ്ധിച്ചിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തോ എഴുതിയിരിക്കുന്നത്? പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. എപ്പോഴാ ഈ പെട്ടെന്നുള്ളതിന് മുമ്പിലൊരു സംഭവം ഉണ്ട്. എന്താ? അവരാരാധിച്ചു. ഓർഗനും ഗിറ്റാറും ഒക്കെ ആക്കി കയ്യിലെ ചങ്ങലയുടെ അനക്കം. ഒരേ താളത്തിൽ കൈ അനക്കി, ഒരേ താളത്തിൽ കാലനക്കി, ചുറ്റി ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പോലും ആരാധിക്കാൻ തുടങ്ങി. ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന അഭിഷേകം ഇറങ്ങി വരും. ഹല്ലേലൂയ. ചുറ്റുവട്ടമുള്ളവർ നോക്കി ഇവന്മാരെന്താ ചെയ്യുന്നത്? വായിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കേട്ടോ വാതിൽ തുറന്നുപോയി. സ്വയമേ തുറന്നുപോയി. ആര് തുറക്കും? ആരഴിക്കും ഈ ബന്ധനം? ആര് പൊട്ടിക്കും എന്റെ ചങ്ങലകൾ? എന്നെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് എങ്ങനെ ഒരു വ്യത്യാസമുണ്ടാകും? എന്റെ ഭാര്യ കൂടെ ഉണ്ടോ? എന്റെ ഭർത്താവ് കൂടെ ഉണ്ടോ? എന്റെ കുടുംബം കൂടെ ഉണ്ടോ? എനിക്ക് എത്ര സ്വന്തക്കാരും ചാർച്ചക്കാരും എന്റെ കൂടെ നിൽക്കും? ആരുണ്ട് എനിക്ക്? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ കർത്താവ് പറയുന്നത്, ഞാനുണ്ടടാ.
midst of darkness, ഇരുട്ടിന്റെ മധ്യത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി നടത്തിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളെ തട്ടി ശക്തിയോടെ പോരാ 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 മറുപടി കണ്ടുകൊണ്ട് അവരുടെ മുൻപാകെയായിരുന്ന കാരാഗ്രഹത്തിന്റെ വാതിൽ സ്വതമേ തുറന്നു, ചങ്ങലകൾ പൊട്ടി. ഹല്ലേലൂയ. മനസ്സിലാക്കി കർത്താവിനെ സ്തുതിച്ചാണ്. 2 പത്രോസ് 3:17-18. 2 പത്രോസ് 3:17-18. 2 പത്രോസ് 3:17-18. യേശുവേ ആരാധന. എന്നാൽ പ്രിയമുള്ളവരെ മുൻകൂട്ടി അറിഞ്ഞിരിക്കാറുണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ. കേട്ടോ, ഇപ്പൊ നൽകപ്പെട്ടതെല്ലാം പരിശുദ്ധാത്മാവ് മുഖാന്തരമുള്ള വിടുതലിനെ കുറിച്ചാണ്. എന്നാൽ അധർമ്മികളുടെ വഞ്ചനയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്ഥിരമായ ഒരു മനോഭാവം, ഒരു മനസ്സ്, നിലപാട് ഉണ്ടാകട്ടെ. നിന്റെ മനസ്സിനെ കലക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തെ തകർക്കുന്ന, എടാ കുഞ്ഞെ ഇതൊന്നും നടക്കാൻ പോകുന്ന കേസ് കിട്ടല്ലടാ, നിയമ പ്രാർത്ഥനയും കൂട്ടായ്മയെന്ന് പറഞ്ഞ് നടക്കുക. ഇതിനൊന്നും മറുപടി ഉണ്ടാകാൻ പോകുന്നില്ലടാ. നമുക്ക് വേറെ വഴി പോകാം, ഏതായാലും കുറച്ച് സമയമേ ഉള്ളൂ നിനക്ക്, നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാം. ഇങ്ങനൊക്കെ പറഞ്ഞു വരുന്ന ഈ ദുഷ്ടലോകത്തിൻ്റെ അതുമായി അനുഭവപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളുടെ സംസർഗത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കൂ. ഹല്ലേലൂയ. അവരുടെ ലക്ഷ്യം നിന്റെ നാശമാണ്. അധർമ്മികളുടെ കൂടെ എന്ത് ചെയ്യരുത്? നീ പങ്കാളിയാകരുത്. അത് നിന്റെ സ്ഥിരമായ മനോഭാവത്തെ, സ്ഥിരമായ മനസ്സിനെ, സ്ഥിരമായ നിന്റെ ബോൾഡ്നെസ്സിനെ, നിലപാടിനെ, ഉറച്ച തലങ്ങളെ അത് ഇല്ലാതാക്കി മാറ്റും. ഒരിക്കൽ കൂടി കർത്താവിനെ ശ്രമിച്ചാട്ട് സ്തോത്രം വായിച്ചാട്ടെ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ. എവിടാ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതെന്ന് അറിയാവോ? കൃപയിൽ നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുകയും. അവന് ലോകപ്രകാരമുള്ള പരിജ്ഞാനം പറയുന്നു, ഈ മണ്ഡലത്തിനകത്തൊരു മറുപടി നിനക്കുണ്ടാകയില്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനം വിളിച്ചു പറയുന്നു, ഏത് ഇരുട്ടിന്റെ മധ്യത്തിലും ഏത് പ്രശ്നത്തിന്റെ നടുവിലും എനിക്ക് എന്റെ ദൈവം മറുപടി അയക്കുവാൻ വലിയവനത്രേ. അവന്റെ നാമത്തിൽ സകലതും എനിക്ക് സാധ്യമത്രേ. ശക്തികളെ തകർക്കുന്ന ദൈവവചനം എനിക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുമെന്ന്. എന്നാൽ വഞ്ചനയുള്ള നാവ്, ചതിയുടെ ലോകം, ദുഷ്ടലോകം വിളിച്ചു പറയുന്നു, കുഞ്ഞെ ഇത് നടക്കാൻ പോന്ന, നീ ഇതൊക്കെ നിർത്തുക, ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? ലോകത്തിൻ്റെതായ ഭ്രമങ്ങളിൽ നമുക്ക്, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ രസങ്ങളിൽ നമുക്ക് സന്തോഷിച്ചുള്ള സമയം അങ്ങ് തീർക്കാം. ദ പ്രോഡിഗൽ സണ്ണിന്റെ സ്റ്റോറി, അല്ലെങ്കിൽ ഗുഡ് ഫാദറിന്റെ സ്റ്റോറി നമ്മൾ ബൈബിളിൽ പഠിക്കുന്നുണ്ട് അല്ലേ? നല്ലൊരു പിതാവ്, ആ പിതാവിൻ്റെ ഒരു തലമുറ, അല്ലെങ്കിൽ 2 മക്കൾ ഒരുവൻ എന്ത് ചെയ്തു? അവന് പിതാവ് കൊടുത്തു, സകലവും കൊടുത്ത നന്മകളെല്ലാം കൊണ്ട് എന്ത് ചെയ്തു? അവന്റെ കൂട്ടുകാർ കൊണ്ടുപോയി. ലോകത്തിന്റെ വഴിയിൽ ജീവിച്ചവരുടെ ആലോചന പ്രകാരം അവൻ കറങ്ങി നടന്നു. നമുക്കൊരു 1 ഡേ ട്രിപ്പ്, 2 ഡേ ട്രിപ്പ്, 3 ഡേ ട്രിപ്പ്, അല്ലെ നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്ക് ഇങ്ങോട്ട് പോകാം. കുഞ്ഞേ, പത്യോപദേശം വിട്ട് നീ ചലിക്കരുത്. ദൈവവചനത്തെ വിട്ട് അനാവശ്യമായ ഇടപാടുകൾക്ക് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ തന്നെ ശ്രദ്ധ വെച്ചുകൊള്ളുക, അവനെ തന്നെ ശ്രദ്ധിച്ചുകൊള്ളുക, അവനിൽ തന്നെ ഇരിക്കുക, വചനത്തെ തന്നെ ഫോക്കസ് ചെയ്യുക, ആ കൃപയിൽ തന്നെ. അതാ കർത്താവിന്റെ പരിജ്ഞാനം അല്ലേ? The knowledge of Jesus Christ, our Lord and our Savior. അങ്ങനെ കൊടുത്തേക്കും അല്ലേ? എന്തായാലും മരണം എങ്ങനെയായിരുന്നു? നമ്മുടെ
നമ്മുടെ കർത്താവ് രക്ഷിതാവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുകയും. എന്തിലാ വളരണ്ടേ? യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. ഡോക്ടർ പറഞ്ഞു ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന്. വചനം പറയുന്നു നീ ദീർഘായുസ്സോടിരിക്കുമെന്ന്. ലോകം പറയുന്നു എടാ ബൈബിൾ ബുക്ക് നടക്കുന്നു പറയുന്നൊന്നും വിശ്വസിക്കണ്ട, നീ തീർന്നു പോകും. സയൻസ് അങ്ങനെ പറഞ്ഞു, വസ്തുതകൾ ഫാക്ട്സ് അങ്ങനെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ അടുത്തിടെ ടി വിയിൽ ഒരു വന്ന ആത്മീയരും യുക്തിവാദികൾ എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ ചാനലുകാര് വിളിച്ചു വരുത്തിയവർ ആ യുക്തിവാദികളല്ല, നിരീശ്വരവാദികൾ. യുക്തിവാദവും നിരീശ്വരവാദവും രണ്ടും രണ്ടാണ്. യുക്തിവാദി ദൈവമില്ല എന്ന് പറയില്ല, അവൻ അന്വേഷിക്കുന്നവൻ. ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്നു അല്ലേ? അപ്പൊ അവിടെ ഒരു ദൈവദാസന് തൻ്റെ കുടുംബത്തിലുണ്ടായ അത്ഭുതങ്ങൾ, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ സൗഖ്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി ചോദിക്കുക, എങ്കിൽ പിന്നെ താനെന്തിനാ കണ്ണാടി വെച്ചേക്കുന്നു? കേട്ടോ, ഇങ്ങനെയുള്ള മണ്ട ചോദ്യങ്ങളൊക്കെ ഒത്തിരി ഉപയോഗിക്കും. നിങ്ങളെ തളർന്നു പോയെടുത്തത് എണ്ണി വെച്ച് നടത്തിയ ദൈവത്തിന് ഈ കണ്ണാടികളൊക്കെ മാറ്റല്ലേ? അപ്പൊ ചാനലുകാരൻ ചോദിക്കുക, എങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ വെച്ചേക്കുന്നത്? അതെനിക്ക് കണ്ണു കാണാൻ പറ്റാതെ കൊണ്ടുകൊണ്ട് ശാസ്ത്രം പറഞ്ഞു എന്താ കണ്ണാടി വെക്കണമെന്ന്. എടാ, ഈ ദൈവവചനത്തിന്റെ ലോകത്തെമ്പാടുമുള്ള മഹത്വം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയവരാ ഈ ശാസ്ത്രബോധവും വളർത്തിയത്. അത് മനസ്സിലാക്കാതെ ചുമ പൊട്ടത്തരം പറഞ്ഞ് തർക്കിക്കുന്ന തലങ്ങളിലേക്ക് പോകും. വേറെ ഒന്നും വേണ്ട. ഇന്ന് ഇസ്രായേൽ എന്ന രാജ്യവുമായി ചുറ്റപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളെ മാത്രം പഠിച്ചാൽ മതി ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ. ഹല്ലേലൂയ. ദൈവമുണ്ടോ ഇല്ലയോ എന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാലും ഇല്ലെന്ന് പറയുന്നവനാണ് എത്തിസ്റ്റ്. എത്ര വാദഗതികൾ ഉന്നയിച്ചാലും ഇല്ല, അതൊരു മതമാണ്. മതമില്ലെന്ന് പറയുന്നവന്റെ മതമാണ് എത്തിസം. യുക്തിവാദം മറ്റൊന്നാണ്. അവൻ യുക്തി കൊണ്ട് വിഷയങ്ങളെ പഠിക്കുക, ശരിതെറ്റുകളെ തിരഞ്ഞെടുക്കുക. അവരാണ് സമൂഹത്തിലെ പല തിന്മകളെയും ഇല്ലാതാക്കാൻ വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അവരുടെ പല നിലപാട് കൊണ്ടാണ് മതത്തിന്റെ പല ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യർ സ്വതന്ത്രമായി മാറിയത്. പക്ഷെ എത്തിസ്റ്റുകൾ അങ്ങനല്ല. ആയിരക്കണക്കിന് മതവിശ്വാസികളെ കൊന്നിറക്കിയ, ഇല്ലാതാക്കിയ ഒരു വലിയ ചിന്താഗതിയാണ്. എന്നാൽ പ്രിയ എത്തിസ്റ്റേ, എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന യുക്തിവാദിയെ, നിരീശ്വരവാദിയെ, ഇന്ന് ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചാൽ മതി, അറബ് വംശത്തിന്റെ ചരിത്രം പഠിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് ഈ ലോകരാജ്യങ്ങളൊക്കെ യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചാൽ മതി. ഹല്ലേലൂയ. സർവത്തിനും ആധാരമായ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം എന്തെന്ന് അറിയുവാൻ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് നീ ടിവിയുടെ മുന്നിൽ പോയിരിക്കണ്ട. ഇതിനകത്തൊരു പുസ്തകമുണ്ട്. ഇതിനകത്ത് അനേകം പുസ്തകങ്ങളിൽ, അനേകം എഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. എന്നാൽ ഇനിമെന്ന് നടക്കുമെന്ന് വ്യക്തമായി വർണ്ണിച്ചിരിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. അത് വായിച്ചാൽ മനസ്സിലാകും ഈ പ്രപഞ്ചത്തിൽ ഇനി എന്തെല്ലാം നടക്കുമെന്ന്. സ്തോത്രം. അപ്പം ഇങ്ങനെയുള്ളവരുടെ ഇടപെടൽ മുഖാന്തരം വിശ്വാസത്തെ ത്യജിക്കുന്ന തലം വന്നു കഴിഞ്ഞാൽ വിടുതലുണ്ടാകുകയില്ല. കണ്ടോ, ദൈവനാമത്തിൽ നിന്നിട്ട് എന്തുകൊണ്ടാ നിന്ദിക്കേണ്ട രീതിയിൽ നിന്നാൽ ഏത് കുണ്ടറയുടെ നടുവിലും ഏത് ഇരുട്ടിന്റെ മധ്യത്തിലും എൻ്റെ ദൈവം നിനക്ക് മറുപടി തരുവാൻ മതിയായവനത്രയും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, കർത്താവേ, വചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയായി ഹല്ലേലൂയ ഒന്നിച്ചു കൂടിയിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് മുഖാന്തരം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കൃപാദത്തിൽ സമർപ്പിക്കുന്നു. പല സംശയങ്ങളുമായി നിൽക്കുന്ന ഒരുപാട് പേര് എന്നെ കാണുന്നുണ്ടല്ലോ. അവരുടെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഉത്തരവരണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ലാസ്റ്റ് ടൈം മിനിസ്ട്രി ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, കൃപയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ
മഹാദൈവമായ സർവശക്തനായ തമ്പുരാന്റെ യേശു കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ ചലിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.